നമസ്കാരം. രണ്ടുപേരും അമിത്ഷാ ആയാലും ജസ്റ്റിസ് സദാശിവമായാലും മുത്തു പറഞ്ഞാൽ കേൾക്കും. എനിക്കും അങ്ങ് മോളിൽ പിടികൊണ്ടറാ CBI എന്ന് പ്രതാപചന്ദ്രൻ പറഞ്ഞതുപോലെ ആ സൈസിലാണ് മുത്തു സംസാരിക്കുന്നത്. ആരെയെല്ലാം എന്നറിയാം മുത്തുവിന് പിടിയുള്ള. നടിയെ ആക്രമിച്ച കേസ് വരുമ്പോൾ സംസ്ഥാന DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അല്ല പോലീസല്ല, ഡയറക്ടർ ജനറൽ മഞ്ചേരി ശ്രീധരൻ നായരാണ്. മഞ്ചേരി ശ്രീധരൻ നായരെ മലയാളിക്ക് അറിയാമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന, ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് ശിവദാസ മേനോൻ്റെ മകളുടെ ഭർത്താവാണ് മഞ്ചേരി ശ്രീധരൻ നായർ. മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയെ തൻ്റെ അസിസ്റ്റൻ്റായി മഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രീധരൻ നായരുടെ കൂടെയാണല്ലോ പ്രാക്ടീസ് ചെയ്തത്. മഞ്ചേരിയും ഗവർണർ സദാശിവവും തിക് ഫ്രണ്ടാണ്. അതറിയാവുന്ന മുത്തു നേരെ പോയി മഞ്ചേരിയെ കണ്ടു. കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായി കേൾക്കണം. ജസ്റ്റിസ് സദാശിവം എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ നിങ്ങളും കൂടി ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് നിങ്ങൾ തള്ളിയാൽ ദിലീപിന് ജാമ്യം കിട്ടും പറഞ്ഞു. അതുകൂടാതെ മമ്മൂട്ടി, നിർമ്മാതാവ് സുരേഷ് കുമാർ, നടൻ ഉലകനായകൻ കമൽഹാസൻ, ജയറാം, ആനാവൂർ നാഗപ്പൻ, മിസ്റ്റർ ശരവണൻ, ഈ മിസ്റ്റർ ശരവണൻ ഒന്ന് വരയിട്ട് വെച്ചോളൂ, പറഞ്ഞുതരാം, സദാശിവം, അമിത്ഷാ, കോഴിക്കോട് കൃഷ്ണൻ നായർ മുതലായവർ ദിലീപിൻ്റെ ജാമ്യത്തിനായി അരയും തലയും മുറുക്കിയങ്ങ് ഇറങ്ങി. ഇവരെ ഇറക്കിയതാരാ? സാക്ഷാൽ കാഞ്ചനകുളം മുത്തു. സോണിയാഗാന്ധിയും യെച്ചൂരിയും വെങ്കയ്യ നായിഡുവും രാജയും വേണമെങ്കിൽ ഇറങ്ങിയനെ. തൽക്കാലം ഈ പറഞ്ഞവർ മതിയെന്ന് മുത്തു ഉറപ്പിച്ചു. ഇതൊരു ചീള് കേസല്ലേ, അതിന് സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സ്വർണ്ണപ്പാളി മോഷിച്ച പോറ്റി പോയതുപോലെ മുത്തു ഒരു വിളിച്ചാൽ മതിയായിരുന്നു. സോണിയൊക്കെ കിടുകിടാ പറച്ചനെ, യെച്ചൂരിയൊക്കെ ഓടി വന്നനെ. മമ്മൂട്ടി മഞ്ചേരി ശ്രീധരൻ നായരോട് ഒന്ന് പറഞ്ഞാൽ മതി, മഞ്ചേരി അപ്പം തന്നെ മൗനി ബാബയാവും കോടതിയിൽ. പബ്ലിക് പ്രോസിക്യൂട്ടർ, അല്ല ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂട്ടർ മിണ്ടില്ലല്ലോ. കഥയിൽ ചോദ്യമില്ല. മഞ്ചേരി മൗനി ബാബ ആയില്ല, വാ തുറന്ന് തന്നെ സംസാരിച്ചു. മമ്മൂട്ടി CM-നോട്, പിണറായിയോട് ഒന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ കഥയിൽ ചോദ്യമില്ല, മമ്മൂട്ടി പറഞ്ഞില്ല. കമൽഹാസനും CM-നോട് പറയാനാകുന്ന സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ കമൽ എന്തെങ്കിലും പറഞ്ഞാൽ നോ പറയില്ല മുഖ്യമന്ത്രി. പക്ഷേ കഥയിൽ ചോദ്യമില്ലാത്ത അവസ്ഥയായതുകൊണ്ട് കമൽഹാസനും പറഞ്ഞില്ല. ആനാവൂർ നാഗപ്പൻ തലസ്ഥാനത്തെ CM-ൻ്റെ വിശ്വസ്തനാണ്, അത് സത്യമാണ്. പക്ഷേ കഥയിൽ തിരിച്ച് ചോദിക്കാൻ പാടില്ല. ആനാവൂരും മിണ്ടിയില്ല. മദ്രാസിലെ സഹമുഖ്യമന്ത്രി O പന്നീർശെൽവത്തിൻ്റെ മകളുടെ ക്ലാസ്മേറ്റാണ് നേരത്തെ പറഞ്ഞ പേരുകാരൻ മിസ്റ്റർ ശരവണൻ. അയാൾ പോലും മുത്തു പറഞ്ഞതിനാൽ ഇറങ്ങിക്കളിച്ചു ദിലീപിൻ്റെ ജാമ്യത്തിനായി. ഒരു നാൾ നേരം പരപരാ വെളുത്ത് വരുന്നേ ഉള്ളൂ, ആനാവൂർ നാഗപ്പൻ്റെ വീട്ടിലെ കോളിംഗ് ബെല്ലടിക്കുന്നു ആരോ. അപ്പോൾ തലേദിവസം ഒരു 5-6 ദിവസം നാട്ടിലില്ലായിരുന്നു, തിരുവനന്തപുരത്തില്ലായിരുന്നു ആനാവൂർ, എവിടെ പോയിരുന്നു. ഇന്നലെ രാത്രി അർദ്ധരാത്രിയാണ് വന്നത്. അപ്പോൾ ആ ഉറക്കത്തിൽ കിടക്കുമ്പോഴാണ് ആരോ ഇട്ടടിക്കുന്നു. ഒരു കാറിൻ്റെ ഹോണ് വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ കിടന്ന് നിരന്തരമായി ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ പാർട്ടിയിലെ വല്ല പുല്ലന്മാരും സ്റ്റേഷനിൽ നിന്നും ഒരു സഖാവിനെ വിട്ടയക്കാൻ പറയാനാവും എന്ന ചിന്തയിൽ, ഉറക്കം നഷ്ടപ്പെടുത്തിയ ദേഷ്യത്തിൽ ആനാവൂർ ഒന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ മുറ്റത്തൊരു മൈന എന്ന് നമ്മൾ കൊച്ചു പ്രായത്തിൽ സ്കൂളിൽ പഠിച്ചതുപോലെ ഒരുത്തൻ നിൽക്കുന്നു. ആരാ? സാക്ഷാൽ ഉലകനായകൻ കമൽഹാസൻ. എന്താടാ രാവിലെ എന്ന് ആനാവൂർ ചോദിച്ചു. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ നീ എന്നായി ആനാവൂർ. എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ രാത്രിയാണ് വീടെത്തിയത്. ആനാവൂർ പറയാ, ഞാൻ വീടെത്തിയെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ ഇങ്ങനെ വന്നെന്ന്. 6 ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. വാ കയറി വാ, കുത്തിയിരിക്കും. ആരാ വന്നതെന്ന് നോക്കിയേ എന്ന് അകത്തോട്ട് നോക്കി ആനാവൂർ നാഗപ്പൻ വിളിച്ചു. ഒരു നല്ല ചായ എടുക്ക്, കമലിനാണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കമൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ദിവസവും ആനാവൂരിൻ്റെ വീട്ടിൽ വരുന്ന ആളാണ് കേട്ടോ, അത്ര സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആരാ വന്നിരിക്കുന്നത് നോക്ക്, ഒരു ചായ എടുക്ക്, കമലിനാണേ എന്നൊക്കെ ഒറ്റ ശ്വാസത്തിലാണ് ആനാവൂർ പറഞ്ഞത്.
ചായ ഒന്നും വേണ്ട ചേട്ടാ. നമ്മുടെ ഒരു പയ്യനില്ലേ ദിലീപ്, അവന് അത്യാവശ്യമായിട്ട് ജാമ്യം ഒപ്പിക്കണം. കോമ്രേഡ് വിചാരിച്ചാലേ നടക്കൂ, അതായത് സഖാവ് വിചാരിച്ചാലേ നടക്കൂ. നമ്മുടെ ബാലൻ ഇരിക്കെ പൊറുതി തരുന്നില്ല ആക്ക് കമലഹാസൻ. അവനെന്താ ഇതിലിത്ര താല്പര്യം? അവൻ്റെ പുതിയ പടം വരാൻ പോകില്ലേ, പിക് പോക്കറ്റ്. അതിൽ ദിലീപല്ലേ നായകൻ. നിരവധി പേരിൽ നിന്ന് മുത്തു അഡ്വാൻസുകൾ വാങ്ങിയിരിക്കുക, ഒരു ഡേറ്റ് വെച്ചുകൊണ്ട് തന്നെ. ഇനി നീണ്ടാൽ അവന്മാർ ബാലനെ പഞ്ഞി കിട്ടും. പടം എങ്ങനെയെങ്കിലും തുടങ്ങിയേ പറ്റൂ. അത് കേട്ട ഉടനെ നീ എന്തിനാ കുറ്റിയും പറിച്ച് വെളുപ്പാങ്കാലത്ത് ഇങ്ങോട്ട് പോകുന്നത് എന്നായി ആനാവൂർ. ഞാനത് ഈസിയായി ചെയ്യാമെന്ന് ബാലിന് ഉറപ്പ് കൊടുത്താണല്ലോ. അപ്പം ആനാവൂർ കൊടുത്തിരിക്കുക ഉറപ്പ്. അല്ല, അവൻ ഇറങ്ങിയിട്ട് വേണം ബാലൻ്റെ പിക് പോക്കറ്റ് തുടങ്ങാൻ. മലയാളി അവൻ്റെ പടം വരുന്നതും കാത്തിരിക്കുക. ഇനി മലയാളത്തിൽ ആകെ പ്രതീക്ഷ ഈ ഒരു പടം മാത്രമേ ഉള്ളൂ, അത് ഈ പിക് പോക്കറ്റ്. മലയാളി മുഴുവൻ അത് കാത്തിരിക്കുക. ബാലൻ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ചെന്നൈയിൽ കുത്തിയിരിക്കാനാവില്ല. അപ്പോൾ പറഞ്ഞു ശരി നമുക്കിറങ്ങാം എന്ന് ആനാവൂർ പറഞ്ഞു. ആനാവൂർ ഇറങ്ങി. പിന്നെ കാണുന്ന കാഴ്ച ആനാവൂർ നാഗപ്പൻ, കമൽഹാസൻ, സുരേഷ് കുമാർ, മമ്മൂട്ടി, കോലിക്കോട് കൃഷ്ണൻ നായർ എല്ലാം കൂടി ഒരു കാറിലല്ല ഒരു ടെമ്പോയിൽ, കാറിൽ കയറില്ലല്ലോ, ചാടിക്കയറി പോകാൻ ഒരുങ്ങുമ്പോഴാണ് ആ ടെമ്പോയുടെ മുന്നിൽ ക്രോസായിട്ട് ഒരു കാർ വന്ന് നിൽക്കുന്നു. ഭയങ്കര സ്പീഡിൽ ഓടി വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അതിൽ നിന്ന് ഒരുത്ത ഇറങ്ങി. ആര്? സാക്ഷാൽ ജയറാം. നിങ്ങളെല്ലാം കൂടി രാവിലെ എങ്ങോട്ടാ എന്നായി ജയറാം. നമുക്ക് ആ പയ്യനൊരു ജാമ്യം ഒപ്പിച്ചു കൊടുക്കണം. ബാല ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, അതിനുള്ള പോക്കാ. എന്നെ വിളിച്ചിരുന്നു ബാലൻ, ഞാനും വരാം എന്ന് പറഞ്ഞു. ജയറാമൻ ചാടിക്കയറി. ഇവിടെ മാണിസി കപ്പൻ്റെ പേര് വെച്ച് വന്നൊരു പടമില്ലേ മാന്നാർ മത്തായി, അതിൽ എൽദോയെ സിനിമയിൽ എടുത്തെന്നും പറഞ്ഞ് ഒരു കാറിൽ 15 പേർ ചാടിക്കയറുന്ന പോലെ ഒരു ട്രാവലർ നിറയെ എല്ലാവരും കൂടി ഇറങ്ങി ദിലീപിന് ജാമ്യം എടുക്കാൻ, ജാമ്യം ഒപ്പിക്കാൻ. ഇനി ഒപ്പിച്ചിട്ട് തന്നെ കാര്യമെന്ന് ആ ട്രാവലറിലിരുന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ വന്ന് തള്ളുന്നത്, അതും ഒരു കോടതിയിൽ. ഹണിയം വർഗീസിൻ്റെ സർവീസിനിടയിൽ ആദ്യ അനുഭവമായിരിക്കും ഉറപ്പ്. ഇനി അവർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയാലും ഇതുപോലൊരു ഐറ്റംസിനെ കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ തള്ളുന്ന ഒരു ബാലനെ അല്ലെങ്കിൽ ഒരു മുത്തുവിനെ ഹണിയം വർഗീസിന് ഇനി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. മരിച്ചുപോയ ഒരാളിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ഒരു കോടതിയെ അല്ലെങ്കിൽ കോടതിയിലെ റെക്കോർഡിൽ ഉള്ള കാഞ്ഞിരങ്ങളെ മുത്തു പറഞ്ഞ ഗുണ്ടുകളുടെ തോത് എൻ്റെ നർമ്മബോധത്തിൽ പറഞ്ഞതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അതിലവർ ഈ മുത്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ബാലനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. സാക്ഷി പറയാൻ വന്ന ബാലൻ കാണിച്ചു കൂട്ടിയ വിക്രിയകൾ അത് കേട്ടപ്പോൾ അല്ലെങ്കിൽ അത് വായിച്ചപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. 1711 പേജിലെ വിധി പ്രസ്താവം എടുത്ത് ഇത്തരം സാക്ഷികളുടെയും വാദികളുടെയും വനിതാ വക്കീലിൻ്റെയും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെയും വാദഗതികളും എടുത്ത് പ്രിയദർശൻ ഒരു തിരക്കഥയുണ്ടാക്കി. മഞ്ജു വാര്യരെ ഹണിയം വർഗീസിൻ്റെ റോൾ നൽകി. പിന്നെ അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, ഇന്ദ്രൻസ്, ഹരിഷി അശോകൻ, സലിംകുമാർ മുതലായവരെ വച്ച് ഒരു സിനിമ ഉണ്ടാക്കണം. ബാബുരാജിനെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് ഓഫീസറാക്കണം. ബിന്ദു പണിക്കരെ വേണമെങ്കിൽ ആ കമ്മലിടാത്ത വക്കീൽ സ്ത്രീയാക്കിയാൽ മതി. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, പ്രിയദർശൻ ആ സിനിമ 100 ദിവസം കണ്ണുടച്ചുകൊണ്ട് ഓടിയിരിക്കും കേരളത്തിൽ. ഈ നാടിനെ, ഇവിടുത്തെ ജുഡീഷ്യറിയെ ഒരു കൂട്ടം കള്ളന്മാരും പോലീസും കൂടി ചേർന്ന് കബളിപ്പിക്കുന്ന, ചിരിപ്പിച്ച് മണ്ണ് കപ്പിക്കുന്ന ഒരു സിനിമയായി അത് മാറും. ആ ഉറപ്പ് ഞാൻ തരുന്നു. എത്ര ചങ്കൂറ്റം ഉണ്ടാവും ഈ മുത്തുവിന് കോടതിയിൽ കയറി നിന്ന് ഇങ്ങനെയൊക്കെ ഗുണ്ടുവിടാൻ. അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്, താങ്കളുടെ സിനിമാ നടനായിട്ട് ദിലീപിന് ജാമ്യം കിട്ടാനായി ഇങ്ങനെയൊക്കെ ചെയ്ത താങ്കളാണോ? പിക് പോക്കറ്റിന് ഡേറ്റില്ല, അത് അല്പം വൈകും എന്ന് ദിലീപ് പറഞ്ഞപ്പോൾ ഒരു കുട്ട എന്താ പറയുക തെളിവുകളുമായിട്ട് കോടതി ചെന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. നേരത്തെ AC എടുത്തുകൊണ്ട് പോയ ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കാഞ്ഞിരംകുളം മുത്തു പിക് പോക്കറ്റ് ചിന്തയുമായി കിടക്കുന്ന കാലത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ റോഷൻ ചിറ്റൂരിനെ കാണുന്നുണ്ട്.
രാവിലെ ഷൂട്ടിങ്ങിന് പോകാനും രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോഴും സ്ഥിരമായി കാണും. പക്ഷേ റോഷൻ അങ്ങനെ ആരുടെയും പെട്ടെന്ന് അടുക്കുന്ന ആളല്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് പറയുന്നത്, ജെൻറ്റിൽമാനായ റോഷൻ ഇതുപോലുള്ള അലവലാദികളോട് കമ്പനി അടിക്കില്ല. കണ്ടപ്പോൾ തന്നെ തോന്നിക്കാണും ഇവ ഒരു കള്ള ലക്ഷണം ഉണ്ടെന്ന്. അപ്പോൾ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ റോഷൻ പോകാനിറങ്ങുമ്പോൾ അവിടെ നിൽക്കും, പേപ്പറൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. ശരി എന്ന് പറഞ്ഞിട്ട് റോഷൻ അങ്ങ് പോകും. രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴും അവിടെ നിൽപ്പുണ്ട്, ഉറക്കമൊന്നുമില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെ അടുത്ത വഴിവിട്ട വഴികൾ ചിന്തിച്ച് നിൽക്കുന്നതായിരിക്കാം. അപ്പോഴും ഹായ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് റോഷൻ്റെ താഴത്ത് നെല്ലുള്ള മുറി കയറിയും കടയ്ക്കും. ഇയാൾ മേളിലാണ്. പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ് റോഷൻ. എൻ്റെ ചില്ലുവിളക്കിൻ്റെ എക്സിക്യൂട്ടീവൊക്കെ ആയിരുന്നു റോഷൻ. റോഷൻ എന്നോട് മുത്തുവിനെ പറ്റി പറഞ്ഞത് ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്ക് പറ്റിയ ഐറ്റംസ് അല്ല എന്ന് തോന്നി കേട്ടാ എന്നാണ് എൻ്റെ പറഞ്ഞത്. അതിനകത്ത് തന്നെ മനഃപൂർവ്വം ഞാൻ ഗ്യാപ്പിട്ടു, അടുപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്ത് നന്നായി എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. എത്ര ദീർഘവീക്ഷണമുള്ള ആളായിരിക്കും റോഷൻ ചിറ്റൂർ. ആ റോഷൻ ഒരു നാൾ മുത്തുവിനോട് പറഞ്ഞത്രേ, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ വന്നു പെട്ടിരിക്കുന്നത് ഒരു അധോലോകത്തിൻ്റെ നടുവിലാണ് എന്നാണല്ലോ എൻ്റെ അർത്ഥം. അതായത് ഈ ദിലീപും അനിയൻ അനൂപും ഒന്നും ശരിയല്ല എന്നാണല്ലോ എൻ്റെ അർത്ഥം. ഇന്നും ഈ സംസാരിക്കുന്ന സമയത്തും ദിലീപും അനൂപും സിനിമ എന്തെങ്കിലും ചെയ്യാൻ ആലോചിച്ചാൽ റോഷൻ ചിറ്റൂർ തന്നെയാകും അവിടെ ഉണ്ടാവുക, അയാൾ തന്നെയായിരിക്കും അതിൽ സഹകരിക്കുന്നത്. ഇത്തരം ഒരിക്കലും നട്ടാക്കുരുക്കാത്ത നുണകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സൂഹിക്കാനായി പറഞ്ഞു കൊടുക്കുകയും കോടതിയിൽ കയറി പച്ചക്കള്ളങ്ങൾ, പൊങ്ങച്ചങ്ങൾ, ഗുണ്ടുകൾ പറയുകയും എന്ന് വെച്ചാൽ അപാര മനുഷ്യൻ തന്നെയാണ് കാഞ്ഞിരംകുളം മുത്തു എന്ന് പറയേണ്ടി വരും. മുൻപിൻ ആലോചിക്കാതെ ഇയാൾ പറയുന്ന ഗുണ്ടുകളെ, അതും കൊള്ളാം, അത് പറയും അത് തന്നെ എന്ന് പ്രോത്സാഹിപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പഷ്ട് കക്ഷികളെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോടതി മുമ്പാകെ നട്ടാൽ കുറുക്കാത്ത കള്ളങ്ങളും അബദ്ധങ്ങളും നുണകളും പറഞ്ഞ് ഫലിപ്പിക്കുകയും അതിന് പ്രോസിക്യൂഷൻ ഒത്താശ ചെയ്യുകയും രാമപിള്ള സാറും ഫിലിപ്പ് വക്കീലും അടക്കമുള്ള വക്കീലന്മാർ ഉള്ളി തൊലിക്കും പോലെ പൊളിച്ചെടുക്കുന്ന കാഴ്ചകൾ വരികയും ചെയ്തപ്പോൾ എന്നെ മൂത്രമൊഴിക്കാൻ വിടാതെ, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ, നിരന്തരമായി ഇൻ്റർവെല്ലില്ലാതെ വിസ്തരിച്ച് കളഞ്ഞു എന്നാണല്ലോ മുത്തു പറഞ്ഞ പരാതി. അതിന് ജഡ്ജി പിന്തുണയ്ക്കുന്നു എന്നൊക്കെ എല്ലാ ചാനലുകളിലും അദ്ദേഹം ബൈറ്റ് കൊടുത്തത് മലയാളി മറക്കാനിടയില്ല. ഡയാലിസിസ് കഴിഞ്ഞ് ഞാൻ കോടതിയിൽ മൊഴി കൊടുക്കാൻ പോയ കഥകളും മുത്തു പലതവണ പറഞ്ഞു, വയലും വായിച്ച്. ശരിക്കും കോമഡി കഥകൾ കേൾക്കാൻ വിളിച്ചതാണോ ഈ മഹാനെ എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ജഡ്ജി നിരന്തരമായി ഇങ്ങനെ ഈ ടെൻഷൻ അടിക്കുന്ന കേസിനേക്കാൾ, വാദത്തിനേക്കാൾ ഇതുപോലുള്ള കോമഡികൾ അമിത്ഷായെ വിളിച്ചിട്ട്, സദാശിവം മിസ്റ്റർ ഷാ, കേരളാവിലെ ഒരു ആക്ടർക്ക് അവനൊരു ജാമ്യം കിടക്കണം, ഞാൻ ഏറ്റു സദാശിവം എന്ന് ഷാ ഇങ്ങനെയൊക്കെയുള്ള ഗുണ്ടുകൾ കോടതി പറഞ്ഞാൽ ജഡ്ജി പൊട്ടിച്ചിരിച്ചോ എന്നാണ് എനിക്ക് അറിഞ്ഞൂടാത്തത്. 1711 പേജ് വിധി പ്രസ്താവവും പുറത്തു വരുമ്പോൾ മുത്തു ജീവിച്ചിരിക്കാമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിങ്ങനെയൊക്കെ തള്ളി മറിച്ചോ എന്ന് മുത്തുവിനും അപ്പോൾ ചിലപ്പോൾ അതിശയം തോന്നാം. മുത്തു കോടതിയിൽ എങ്ങനെ തോറ്റുപോയി എന്ന്, അല്ലെങ്കിൽ എങ്ങനെ തോൽപ്പിച്ചെന്ന് രസകരമായ കഥ ഇനിയുമുണ്ട്. ഇത് തന്നെ കുറേ നീണ്ടുപോയതുകൊണ്ട് കോടതി പ്രസ്താവത്തിൽ, അല്ലെങ്കിൽ 1711 പേജിൽ മുത്തുവിനെക്കുറിച്ച്, അല്ലെങ്കിൽ മുത്തു പറഞ്ഞതിനെക്കുറിച്ച്, മുത്തുവിന് മറുപടി കൊടുത്തതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നന്ദി, നമസ്കാരം.